1948 യെയിൽ യൂണിവേഴ്സിറ്റിയിൽ 2 എലികളെ വെച്ചൊരു എക്സ്പെരിമെൻ്റ് നടന്നു. അതിൽ ഒരു എലിക്ക് അവർ ഭക്ഷണമൊന്നും കൊടുത്തില്ല, മറ്റൊരു എലിക്ക് ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുത്തു. 2 എലികളെയും ഓരോ പെട്ടികളിലാക്കി. ഭക്ഷണം കഴിക്കാത്ത എലിയുടെ പെട്ടിയിൽ ഹംഗ്രി എന്നും ഭക്ഷണം കഴിച്ച എലിയുടെ പെട്ടിയിൽ നോട്ട് ഹംഗ്രി എന്നും എഴുതി വെച്ചു. 2 പെട്ടിയിലും ഓരോ ലിവറുകൾ ഉണ്ടായിരുന്നു. അതിൽ അമർത്തിയാൽ പെട്ടിക്കുള്ളിൽ അല്പം ഭക്ഷണം വരും. പക്ഷേ ഇത് 2 എലികൾക്കും അറിയില്ലായിരുന്നു. ഭക്ഷണം കഴിച്ച എലി കൂടിനുള്ളിൽ അലസമായി കിടന്നു. എന്നാൽ ഭക്ഷണം കഴിക്കാത്ത എലി അതിനുള്ളിൽ ഓടി നടന്നു. ഒടുവിൽ അത് ലിവറിന് മുൻപിലെത്തി. ലിവറിൽ തൊട്ടപ്പോൾ അതിന് ഭക്ഷണം കിട്ടി. ഭക്ഷണം വേണ്ടപ്പോഴെല്ലാം അത് ലിവറിൽ തൊട്ടുകൊണ്ടേയിരുന്നു. ആ എക്സ്പെരിമെൻ്റ് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: വിശപ്പുള്ള എലി ഫാസ്റ്റ് ആയിരുന്നു, അത് ലിവർ കണ്ടുപിടിച്ചു. എന്നാൽ വിശപ്പില്ലാത്ത എലി സ്ലോ ആയിരുന്നു, അതിന് ലിവർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ റിസർച്ചേഴ്സ് ഒരു പടി കൂടി മുൻപോട്ട് പോയി. വിശപ്പില്ലാത്ത എലിയുടെ കൂട്ടിൽ അവർ ചെറിയ അളവിൽ വൈദ്യുതി കടത്തിവിട്ടു. അത് എലിയെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. എലി കൂടിനുള്ളിൽ ഓടി നടന്നു. അങ്ങനെ അത് അറിയാതെ ലിവറിൽ തൊട്ടു. അപ്പോൾ കറണ്ട് ഇല്ലാതെയായി. അതിൽ നിന്ന് കൈ മാറിയപ്പോൾ വീണ്ടും കറണ്ട് അടിക്കാൻ തുടങ്ങി. ലിവറിൽ തൊട്ടാൽ കറണ്ട് അടിക്കില്ല എന്ന് എലിക്ക് മനസ്സിലായി. അങ്ങനെ എലിക്ക് പുതിയൊരു ശീലം പഠിപ്പിച്ചു കൊടുത്തു. അവർ ലിവറിന് പകരം വീലാക്കി. അപ്പോൾ എലി വീലിൽ കറക്കാൻ പഠിച്ചു. ഇതിനെ പെയിൻ റിവാർഡ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇത് എലിക്ക് പുതിയ ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതായത് പെയിൻ ഉള്ളതുകൊണ്ട് റിവാർഡായി പുതിയൊരു ശീലം കിട്ടി. പെയിനിനെ മനുഷ്യരിൽ മോട്ടിവേഷനായി കൺസിഡർ ചെയ്യാം. മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെയിനിലൂടെ നേടിയെടുക്കുന്ന റിവാർഡ് പ്ലഷറിൽ അല്ലെങ്കിൽ സുഖത്തിൽ നിന്ന് നേടിയെടുക്കുന്നതിനേക്കാൾ വളരെ വലുതാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു എക്സ്പെരിമെൻ്റ് നടത്തി. അത് 1950 മോൺട്രിയൽ വെച്ചായിരുന്നു. സൈക്കോളജിസ്റ്റായ ജെയിംസ് ഓൾഡും പീറ്റർ മെൽറണും ചേർന്നാണ് നടത്തിയത്. എലികളിലാണ് എക്സ്പെരിമെൻ്റ് നടന്നത്. അവർ എലിയുടെ ബ്രെയിനിൽ ഒരു ഇലക്ട്രോഡ് ഘടിപ്പിച്ചു. അതിൻ്റെ അടുത്ത് ഒരു ലിവർ വെച്ചിരുന്നു. എലി ലിവറിൽ കൈകൾ അമർത്തുമ്പോൾ തലച്ചോറിൽ ഇലക്ട്രോഡ് ഒരു സ്റ്റിമുലസ് ഉണ്ടാക്കും. അപ്പോൾ അതിന് പ്ലഷർ കിട്ടും. അതായത് നല്ല ഭക്ഷണം കഴിക്കുമ്പോഴോ സെക്സ് ചെയ്യുമ്പോഴോ മറ്റ് അഡിക്ഷൻസിൽ ഏർപ്പെടുമ്പോഴോ ഉള്ള സുഖം കിട്ടുന്നു. എലി ലിവറിൽ തൊട്ടു. അപ്പോൾ അതിന് സുഖം ലഭിച്ചു. അത് വീണ്ടും വീണ്ടും ലിവറിൽ തൊട്ടുകൊണ്ടേയിരുന്നു. എലി 1 മണിക്കൂറിൽ 7000 തവണ ലിവറിൽ തൊട്ടു. എലി സുഖത്തിന് അടിമപ്പെട്ടുപോയി. വിശപ്പ് പോലും അത് മറന്നുപോയി. ഭക്ഷണം കൊടുത്തിട്ട് അത് കഴിച്ചില്ല. വെള്ളം കൊടുത്തിട്ട് അത് കുടിച്ചില്ല. പെണ്ണെലിയെ കണ്ടിട്ട് അത് ഗവനിച്ചില്ല. റിസർച്ചേഴ്സ് സ്റ്റിമുലസ് ഓഫ് ചെയ്തു വെച്ചിട്ടും എലി ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ അത് മരിച്ചു. അതിനുശേഷം സൈക്കോളജിസ്റ്റുകൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ചു. എലിക്ക് പെയിൻ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ലിവർ പ്രസ് ചെയ്യില്ലായിരിക്കും. അതുകൊണ്ട് അവർ മറ്റൊരു എക്സ്പെരിമെൻ്റ് കൂടി നടത്തി. ഒരു നീളമുള്ള പെട്ടിയിൽ അവർ ഒരു എലിയെ പൂട്ടിയിട്ടു. അതിൻ്റെ ഇരുവശങ്ങളിലായി അവർ ഓരോ ലിവറുകൾ വെച്ചു. ഇതിന് ഇടയിലുള്ള സ്ഥലത്ത് ചെറിയ രീതിയിൽ അവർ കറണ്ട് കൊടുത്തു. എലി ഒരു ലിവറിൽ തൊടുമ്പോൾ അതിന് സുഖം കിട്ടും. പിന്നീട് അടുത്ത സുഖം കിട്ടാൻ എതിർവശത്തുള്ള ലിവറിൽ തൊടണം. ഇതിനിടയിലുള്ള വഴിയിലാണ് കറണ്ട് ഉള്ളത്. അതുകൊണ്ട് 1-2 തവണ ലിവറിൽ തൊട്ടതിനു ശേഷം എലി നിർത്തുമെന്നാണ് കരുതിയത്. പക്ഷേ അവരെ ഞെട്ടിച്ചുകൊണ്ട് എലി ലിവറുകൾ തൊട്ടുകൊണ്ടേയിരുന്നു. റിസർച്ചേഴ്സ് കറണ്ട് കൂട്ടിക്കൊണ്ടിരുന്നു. എന്നിട്ടും എലി നിർത്താൻ തയ്യാറായില്ല. ഇതിൽ നിന്നും റിസർച്ചേഴ്സ് മനസ്സിലാക്കിയത് ഇങ്ങനെയായിരുന്നു: തലച്ചോറിൻ്റെ മധ്യഭാഗത്ത് ഡോപ്പമിൻ ഉണ്ടാകുന്നു. കൂടുതൽ ആളുകളും വിചാരിക്കുന്നത് ഡോപ്പമിൻ സുഖം തരുന്ന ഒരു കെമിക്കലാണെന്നാണ്. പക്ഷേ അത് മാത്രമല്ല, ഡോപ്പമിൻ മോട്ടിവേഷൻ തരുന്നു. എന്ത് ജോലിയും ചെയ്യുവാനുള്ള മോട്ടിവേഷൻ. ഉദാഹരണത്തിന്, നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ഡോപ്പമിൻ ഉണ്ടാകുന്നു. പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഈ പരീക്ഷണങ്ങളിൽ റിസർച്ചേഴ്സ് എലിയുടെ തലയിൽ ഇലക്ട്രോഡ്സ് ഉപയോഗിച്ചിരുന്നു. ഈ പരീക്ഷണങ്ങൾ മനുഷ്യരിലും നടത്തിയിട്ടുണ്ട്. അപ്പോഴും ഇതേ റിസൾട്ടാണ് കിട്ടിയത്. പക്ഷേ അതിൻ്റെ വിഷ്വൽസ് ആളുകളിൽ അലോസരമുണ്ടാക്കുന്നത് കൊണ്ട് ഇവിടെ അത് കാണിക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. പ്രധാന ചോദ്യം ഇതാണ്: ഈ പരീക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ചിന്ത നമ്മുടെ ശരീരം എത്രമാത്രം ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് ബ്രെയിൻ പരിശോധിക്കുന്നു. ടിക്ടോക്ക് പോലുള്ള എൻ്റർടൈൻമെൻറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നു. യൂട്യൂബിലെ എഡ്യൂക്കേഷണൽ വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ അളവ് കുറയുന്നു. അതുകൊണ്ട് ടിക്ടോക്ക് വീഡിയോ നമ്മൾ പ്രിഫർ ചെയ്യും. കൂടുതൽ സമയം ഹൈ ഡോപ്പമീൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബ്രെയിൻ ഈ ഉയർന്ന ഡോപ്പമീൻ ലെവലിനെ നമ്മുടെ നോർമൽ ഡോപ്പമീൻ ലെവലായി എടുക്കുന്നു. ലോ ഡോപ്പമീൻ ലെവലിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ലോ ഡോപ്പമീൻ ലെവലിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് വളരെ പ്രയാസപ്പെടേണ്ടി വരും. എന്താണ് ഇതിനുള്ള പരിഹാരം? ഡോപ്പമീൻ ഫാസ്റ്റിംഗ്.
കാലിഫോർണിയയിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ കാമറൂൺ സെപ്പയാണ് ഇത് കണ്ടെത്തിയത്. ഒരു ദിവസം 1 മുതൽ 6 മണിക്കൂർ വരെ 6 കാറ്റഗറിയിൽപ്പെട്ട ഹൈ ഡോപ്പമിൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. 6 എണ്ണത്തിൽ ആദ്യത്തേത് ഇമോഷണൽ ഈറ്റിംഗ് ആണ്. വിശപ്പില്ലെങ്കിലും മനസ്സിന്റെ വിഷമം കാരണം ഭക്ഷണം കഴിക്കുന്നതാണ് ഇമോഷണൽ ഈറ്റിംഗ്. രണ്ടാമത്തേത് ഇന്റർനെറ്റ് ഉപയോഗവും ഗെയിമിങ്ങും. ഇന്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കുക, ഗെയിം കളിക്കാതിരിക്കുക. മൂന്നാമത്തേത് ചൂതാട്ടവും ഷോപ്പിങ്ങും. ഈ 6 മണിക്കൂറിൽ ചൂതാട്ടവും ഷോപ്പിങ്ങും ഒഴിവാക്കുക. നാലാമത് പോൺ ആൻഡ് മാസ്റ്റർബേഷൻ. അഞ്ചാമത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. 6 ഡ്രഗ്സ്. ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഇങ്ങനെ 6-7 മണിക്കൂർ ഇതൊന്നും ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും? റിസർച്ചേഴ്സ് പറയുന്നത് ഇത് നമ്മുടെ ബ്രെയിനിന് വിശ്രമം ലഭിക്കുമെന്നാണ്. തുടർന്ന് ബ്രെയിൻ വീണ്ടും നോർമൽ സ്റ്റേറ്റിലെത്തും. ഒന്നും ചെയ്യാതെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ പഠനത്തിൽ ഏർപ്പെടുമ്പോഴോ നമ്മൾ നമ്മുടെ ബ്രെയിനിൽ ഉള്ള കൺട്രോൾ വീണ്ടെടുക്കുകയാണ്. ഡോപ്പമിൻ ഫാസ്റ്റിംഗ് കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവരുടെ ജീവിതത്തിൽ ഉയർന്ന ഡോപ്പമിൻ ഉണ്ടാക്കുന്ന ശീലങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് കുട്ടികൾ ഇത് തീർച്ചയായും ഉപയോഗിച്ചിരിക്കണം. ഡോപ്പമിൻ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് നെറ്റിൽ തെറ്റായ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. കുറേ ആളുകൾ വിചാരിക്കുന്നത് ഡ്രഗ് അഡിക്ട്സ് ഇത് ഉപയോഗിച്ചാൽ അടുത്ത തവണ ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കിക്ക് കിട്ടുമെന്നാണ്. എന്നാൽ ഇത് തെറ്റാണ്. ഡോപ്പമിൻ ഫാസ്റ്റിങ്ങിലൂടെ നമ്മുടെ മൈൻഡ് സ്ട്രെസ് ഫ്രീ ആകുന്നു, വിൽ പവർ കൂടുന്നു. ഈ കാറ്റഗറിയിൽ പറയുന്ന 6 കാര്യങ്ങളും 1 മുതൽ 6 മണിക്കൂർ നേരം നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് പൂർണ്ണമായും കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ജോലികൾ ചെയ്തു തീർക്കുകയോ പഠനത്തിൽ കൂടുതൽ നേരം ചെലവഴിക്കാനോ സാധിക്കും. പക്ഷേ ഇതൊരിക്കലും നിങ്ങൾ ഉറങ്ങുന്ന സമയത്തായിരിക്കരുത്. കാരണം ഉറങ്ങുന്ന സമയം നിങ്ങൾ സ്വബോധത്തിലായിരിക്കില്ല.